ഹലോ ഗൈസ്, ജിംഖാന ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് പാലക്കാട് ജില്ലയിൽ ആലത്തൂരിനടുത്തുള്ള വീഴുമലയിലാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, വീഴുമലയിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. പോകുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ റബ്ബർ തോട്ടങ്ങളാട്ടോ ഈ ഭാഗത്തിൽ. അപ്പോൾ താഴേന്ന് പറഞ്ഞത് പന്നിയും അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഓരോ ചെറിയ ചെറിയ സ്ഥലത്താണ് കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് പാലക്കാട് നിന്ന് 20 കിലോമീറ്റർ ഉണ്ട് വീഴുമലയിലേക്ക്. അതുപോലെ തന്നെ ആലത്തൂരിൽ നിന്ന് 4 കിലോമീറ്ററാണ് ഇടത്തേക്കുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഓട്ടോ പിടിച്ചിട്ടാണ് വന്നതിന്. ഇതിൻ്റെ താഴെ ഭാഗം വരെ 100 രൂപയാണ് ഓട്ടോന് കൊടുത്തിന്. ഓക്കെ, നമുക്കിതാ ആടത്തമ്പരി എത്തണം കേട്ടോ. പിന്നെ നമ്മൾ മലേൻ്റെ താഴെയാണ് ഉള്ളത്. ഇവിടുന്ന് ഏകദേശം ഒരു 200 മീറ്ററെങ്കിലും നമ്മൾ നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ചെറിയ ചാറ്റൽ മഴയുണ്ട് കേട്ടോ. കാണുന്നില്ലേ? ഇനി മുകളിലെത്തിക്കഴിഞ്ഞാൽ നല്ല മഴയുണ്ടോയെന്ന് അറിയില്ല. പിന്നെ ഇതിൻ്റെ താഴെ ഭാഗത്തുള്ള വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. സൂപ്പറാണ്, ഒരു രക്ഷയില്ല കേട്ടോ. അല്ല, ആ മലേൻ്റെ മുകളിൽ വരെ നമുക്ക് പോകണം. ഇതിൻ്റെ താഴെ ഭാഗത്തുനിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആട്ടോ ഈ കാണുന്നത്. ഉണ്ടോ? മനോഹരമായ കാഴ്ച. അപ്പോൾ ഞാനിപ്പോൾ വൈകുന്നേരമാണ് ഉള്ളത്. വൈകുന്നേരമായിട്ടും ചെറിയ ചാറ്റൽ മഴയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സൺസെറ്റൊന്നും അങ്ങനെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള പാറക്കൂട്ടത്തിൻ്റെ നടുവിലൂട്ട് നമുക്ക് പോകണം കേട്ടോ. പിന്നെ ഇവിടെ അങ്ങനെ നമുക്ക് ചവിട്ടിക്കയറാനുള്ള പടികളോ കാര്യമോ ഒന്നുമില്ല കേട്ടോ. ഇതേപോലുള്ള ചെറിയ ചെറിയ കല്ലുകൾ, പാറക്കല്ലുകളുണ്ട്. അതിൻ്റെ മുകളിൽ ചവിട്ടി കയറണം. സ്റ്റെപ്പും കാര്യം ഒന്നുമില്ല. കാണുന്നില്ലേ? മുകളിലോളം നല്ല നിരപ്പായ പ്രദേശമാണ്. പക്ഷേ അങ്ങ് കുറച്ച് ദൂരം ബൈക്ക് പോകുമ്പോൾ ചെറിയൊരു കയറ്റമുണ്ട്, കുത്തനെയുള്ള. അതിൽ ഇവിടെ നമുക്ക് ചവിട്ടിക്കയറാനൊന്നുമില്ല, സ്ലിപ്പായ സ്ഥലമാണ്. പകുതിക്കോട്ടെത്തുമ്പോഴുള്ള കാഴ്ച ആട്ടെ ഈ കാണുന്നത്. നല്ല മനോഹരമായ കാഴ്ച, ഒരു രക്ഷയില്ല ഗൈസ്. ഓക്കെ, പൊളി എന്ന് പറഞ്ഞാലല്ലേ പൊളിയാ. ഒരുപാട് ചെറിയ കുട്ടികളൊക്കെ വന്നിനി. അപ്പോൾ അവരിലിപ്പോൾ തിരിച്ചു പോയി കേട്ടാ. അല്ലോ, ഇനി എത്ര പോരെ നമുക്ക് നടക്കാനുണ്ട്. സൂപ്പറാ. ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ ഒരു മുരിക്കും കൊമ്പ് ഉണങ്ങിയിട്ട് കാണുന്നില്ലേ? അടിപൊളിയല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ പാറ കഷ്ണങ്ങളുണ്ട് കേട്ടോ. ഇവിടെ കണ്ട ആരോ എടുത്തു വെച്ച പോലെയാണ് ഈ കാണുന്നത്. കണ്ട, ഇതിന് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. വലിയ പാറയാണ്. അതുപോലെ ഒരുപാട് പാറയുണ്ട് കേട്ടോ. പിന്നെ വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ കാണാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല. കാരണം ഇവിടുത്തെ പുല്ലെല്ലാം ഉണങ്ങിയിട്ട് മഴക്കാലം വരുന്നതാണ് നല്ലത്. നല്ല വൈബായിരിക്കും. പാലക്കാടിൻ്റെ കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഏടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല പച്ചപ്പാണ്. ഇപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ ഇവിടെ നല്ല കുത്തനെയുള്ള കയറ്റാട്ടാ. ഞാൻ താഴെ ഭാഗം കാണിച്ചു തരാം. ഇത് കണ്ടോ? നല്ല കുത്തനെയുള്ള കയറ്റം ഇടാ. അപ്പോൾ ഇതുവരെ നമുക്ക് ഇതേപോലുള്ള പുല്ലൊന്നും ഇല്ലാതെ പാറയാന്ന്. ഇനി അവിടുന്ന് അങ്ങോട്ട് പുല്ലെല്ലാം ഉണ്ട് കേട്ടോ. ഏകദേശം നമ്മൾ പകുതിക്കോട്ട് എത്തിയിട്ടുള്ളത്. അതാട്ടെ ആ ഒരു മരം കണ്ട, അതേ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നത് ടോപ്പ്. പോയി നോക്കി നോക്കാം. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ വെള്ളം എടുക്കാതെ വരണ്ട കേട്ടോ. ഇതിൻ്റെ താഴെ വേറെ ഒരു കടയും ഇല്ല. അതുകൊണ്ട് അങ്ങനെ ടൗണിൽ നിന്ന് മേടിച്ചിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ കുപ്പിയൊന്നും വലിച്ച് ചാടാതിരിക്കും കേട്ടോ. കാരണം ഇവിടെ അങ്ങനെയൊന്നും കുപ്പിയൊന്നും കാണുന്നില്ല.
ഇതിൻ്റെ മുകളിൽ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ച കേട്ടാ കാണുന്നില്ലേ? നമ്മൾ നടന്നു പോകുന്ന വഴി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പുല്ല് പിടിച്ച് കിടക്കുക. വേണ്ട, നല്ല കാറ്റാണ്, വലിയ മഴ പെയ്യാൻ സാധ്യതയുണ്ട്, ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായ കാഴ്ച കേട്ടാ. ഏകദേശം നമ്മൾ ഒരു പകുതിക്കോട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നടന്നു വരുമ്പോൾ ഇതുപോലുള്ള ഏകദേശം നമ്മൾ മുക്കാഭാഗം എത്തി. ഇതുപോലുള്ള പാറകളുണ്ട്. അപ്പോൾ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് കേട്ടാ. ഇവിടുന്ന് അങ്ങോട്ട് വലിയ പാറയാട്ടാ. നോക്കിയേ, ഇന്ന് അങ്ങോട്ട് പിന്നെ പുല്ലൊന്നുമില്ല. ഇവിടെ നല്ല കുത്തനെയുള്ള കയറ്റാണ്. അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ വലിയ പാറയുണ്ട് കേട്ടോ ഈ സൈഡിൽ. നോക്കിയേ, പിടിച്ചടങ്ങാത്ത പാറയാണ് കണ്ടോ. ഈ ഒരു സൈഡിലും വലിയ പാറയുണ്ട്. ഇപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇരിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല, നനയില്ല. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് വരുമ്പോൾ ഈ ഒരു സൈഡ് നോക്കണം, നല്ല ചെരിവുള്ള സ്ഥലമാണ് കേട്ടോ. ഈ ഒരു ഇല്ലിക്കൊമ്പ് കണ്ടോ, എന്താ രസം എന്നറിയാം കാണാൻ. നോക്കിയാ പൊളി. കുറച്ച് ഡേഞ്ചറാട്ടാ, നല്ല താഴ്ചയുണ്ട്. താഴ്ച നോക്കിയാൽ കാണുമ്പോൾ തിരിയും. അപ്പോൾ മഴക്കാലത്ത് വരുമ്പോൾ ശ്രദ്ധിക്കണം. നല്ല ഗ്രിപ്പുള്ള ഷൂ ഇട്ടിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഏകദേശം നമ്മൾ ടോപ്പിൽ എത്താനായി കേട്ടോ. അപ്പോൾ അന്നേരം ഒരു 5-6 കല്ല് വലിയ ഉരുട്ടി കൊണ്ടുവന്ന പോലെ ഇടിയുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പിന്നിലും ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയല്ല ആയിരിക്കാം കേട്ടോ, വലിയ പാറ. നമ്മൾ ഏകദേശം ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇനി കുറച്ചും കൂടി വേണ്ട, ഈ മുകളിൽ നിന്നുള്ള വ്യൂ ആയി കാണുന്നത് കേട്ടോ. മനോഹരമായ കാഴ്ച, പൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് വഴി കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദൂരം കൂടി നടന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്, അല്ലെങ്കിൽ ബാക്കിയുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ആ ഒരു വ്യൂ പോയിൻ്റിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നടക്കലാട്ടോ. അപ്പോൾ ഇതിൻ്റെ എൻഡിൽ എത്തിയില്ല. നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലുള്ള നെയ്ത്ത് പുല്ലാന്ന് കേട്ടോ മുഴുവനായിട്ടും. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ പണി പാളം കേട്ടാ, നല്ല കാടാ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴിയാട്ടാ. വഴി ഉണ്ട് ഇല്ല ശരിക്കും, നോക്കിയേ ഉണ്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം വെട്ടിയിട്ട് ഒന്ന് മാറ്റിയിട്ടെല്ലാം പോകണം, കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മരങ്ങളുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഈ ഒരു സ്ഥലം കണ്ട. അപ്പോൾ തനിച്ച് വരുന്നത് സേഫാണെന്ന് ഞാൻ പറയില്ല കേട്ടോ, കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കുള്ള വഴിയും കാര്യമൊന്നുമില്ല. അപ്പോൾ തിരിച്ച് വരുന്നുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വരണം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും കണ്ട, വഴിയും കാര്യമൊന്നുമില്ല, ചെറിയൊരു വഴിയേ ഉള്ളൂ. അത് ഏതെല്ലോ ഭാഗത്തൂട്ടിയൊക്കെ പോയിട്ടുണ്ട്. ഏതായാലും ഞാൻ ഈ ഒരു വഴിയിലൂട്ട് നടക്കുന്നുണ്ട്. അവിടെ എത്തോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. ഇവിടെ ഒരു ചെമ്പവും ഉണ്ട് കേട്ടോ മുകളിൽ കണ്ട, ഇലയൊന്നുമില്ല, കാണാൻ നല്ല മനോഹരമാണ്. അതുപോലെ ഇതിന് ചുറ്റിലും ഒരുപാട് ചെമ്പവുണ്ട് കണ്ട, അവിടെ നിന്ന് അങ്ങോട്ടെല്ലാം ഒരുപാട് ചെമ്പവുണ്ട്. പിന്നെ നമ്മൾ ഏകദേശം ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇനി അങ്ങൊരു മലയും കൂടി കാണുന്നുണ്ട്, അങ്ങ് പോകണോ ഇല്ലയോ ഒന്നും അറിയില്ല. എന്തായാലും നോക്കാം. 3 മല കയറി ഇറങ്ങണം എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കി നോക്കാം. പോകുന്ന വഴി സൂപ്പർ കേട്ടോ, ഒരു രക്ഷയില്ല കണ്ട. ചെമ്പക പൂവുണ്ട്, ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കേട്ടാ, അടിപൊളി കാഴ്ച കണ്ടോ. അങ്ങോട്ടെല്ലാം മൊത്തം ചെമ്പകമാണ്. അങ്ങൊരു മല കാണുന്നുണ്ട്, അതിൻ്റെ മുകളിലും പോകാൻ പറ്റുമോ എന്ന് നോക്കാം നമുക്ക്. ഇവിടുന്ന് നോക്കുമ്പോൾ കാഴ്ച കേട്ടാ ഈ കാണുന്നേ. അപ്പോൾ ഗൈസ് ഒരു രക്ഷയില്ല കേട്ടാ, നോക്കിയേ ഫുൾ ചെമ്പക ഈ സൈഡ് മുഴുവനും. അങ്ങോട്ട് നോക്കിയേ, കിട്ടില്ല വൈബ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. വെറുതെ പറഞ്ഞല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും.
സൂപ്പറാ. ഇനി ഇവിടുന്ന് നമുക്ക് അങ്ങ് ആ ഒരു മലയും കൂടി ഉണ്ട്. അങ്ങ് ഒരു ഇത് കണ്ടോ, ചെറിയ അവിടുത്തെ വരെ ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാൻ വെച്ച് ഇതാന്ന് ടോപ്പ് എന്നാണ്. അല്ല, ഇനിയും നമുക്ക് പോകാനുണ്ട്. കിട്ടില്ല സ്ഥലമാട്ടോ ഇവിടെ. ഫോട്ടോഷൂട്ടിന് ഒക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ്. സൂപ്പർ. കണ്ടോ, ഒരു ഭാഗം മുഴുവനും ചെമ്പകമാണ്. പിന്നെ ഇതാ ഇവിടെ കുറേ കല്ല് വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഇരിക്കാനാണോ എന്താ അറിയില്ല. ഇരിക്കാൻ പറ്റിയൊരു ഏരിയ ആണ്. എന്തായാലും അടിപൊളി. കണ്ടോ, മുകളിൽ നിന്ന് നോക്കുമ്പോഴേ കാഴ്ചയാട്ടോ ഈ കാണുന്നത്. നമുക്കിനി അതുവരെ ഒന്ന് നടന്നു നോക്കാം. ഒരുപാട് ഫ്ലാറ്റും അതുപോലെ തന്നെ നല്ല വയലുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം മുഴുവനും വയലാണ് കേട്ടോ, ചുറ്റിനും വയലാണ്. പിന്നെ ഒരുപാട് ഫ്ലാറ്റ് വീടുകൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് 3 മലകൾ, 2 മലകൾ കയറി 3ാമത്തെ മലയാട്ടോ ആ കാണുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് എത്തണം. പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ അറിയില്ല എങ്ങനെയാണെന്ന്. 2 മല നമ്മൾ കയറി, പിന്നെ ഇത് 3ാമത്തെയാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലും ഒരുപാട് കഥകളുണ്ട്. രാമരാവണ യുദ്ധത്തിൽ സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയപ്പോൾ സീതയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മണന്മാർ യുദ്ധം ചെയ്യുകയുണ്ടായി. അങ്ങനെ രാവണൻ്റെ മകനായ ഇന്ദ്രജിത്ത് നാഗാസ്ത്രം പ്രയോഗിക്കുകയും രാമലക്ഷ്മണന്മാരും കൂട്ടരും ബോധരഹിതരാവുകയും ചെയ്തു. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹനുമാനെ മരുത്വാമല എടുത്തിട്ട് പറക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ നിന്ന് അടർന്നു വീണതാണ് ഈ ഒരു വീഴുമല എന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ടോപ്പിലെത്തി കേട്ടാ. ഇവിടെ നോക്കുമ്പോൾ കാഴ്ച ചെയ്ത് കേട്ടാ. വീഴുമലക്ക് പിന്നിൽ ഐതിഹ്യ കഥകളുമുണ്ട്. പണ്ട് സീതാദേവിയെ രാവണൻ്റെ അടുക്കൽ നിന്നും വീണ്ടെടുക്കുന്നതിനായി രാമലക്ഷ്മണന്മാർ ഹനുമാന്റെയും വാനരസേനയുടെയും സഹായത്തോടെ ലങ്ക ആക്രമിച്ച് യുദ്ധം ചെയ്തപ്പോൾ രാവണൻ്റെ പുത്രനായ ഇന്ദ്രജിത്ത് ദിവ്യമായ നാഗാസ്ത്രം പ്രയോഗിക്കുകയും നാഗാസ്ത്രത്തിൻ്റെ ദിവ്യശക്തിയാൽ രാമലക്ഷ്മണന്മാർ അടക്കം പലരും ബോധമറ്റ് യുദ്ധക്കളത്തിൽ വീഴുകയും ചെയ്തു. വേദനയേറ്റ് കിടക്കുന്ന ഇവരെ ഉടനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഒരു മാർഗമേയുള്ളൂ. ജാംബവാൻ നിർദ്ദേശിച്ചു. കൈലാസ പർവ്വതനിരകളിലെ ഋഷഭദ്രി മലയിൽ കണ്ടുവരുന്ന വിവിധ അപൂർവ ഔഷധ സസ്യങ്ങൾ പിഴിഞ്ഞെടുത്ത സത്ത് ഉടൻ വേണം. ജാംബവാന്റെ ഉപദേശപ്രകാരം അപൂർവ ഔഷധ സസ്യങ്ങളായ മൃതസഞ്ജീവിനി, വിശല്യകരണി, സന്താനകരണി, സുവർണകരണി എന്നിവ തേടി ഹനുമാൻ ഹിമാലയ പർവ്വതനിരകളിലേക്ക് പറന്നു. അവിടെ എത്തിയ ഹനുമാൻ ഔഷധ സസ്യങ്ങളുടെ പേര് മറന്നതു കാരണം ഏതാണെന്നറിയാതെ ആ ഔഷധ സസ്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഋഷഭദ്രി മലയെ അടിയോടെ പൊക്കി തൻ്റെ കയ്യിലേന്തി ലങ്കയിലെ യുദ്ധക്കളത്തിലേക്ക് പറന്നു. യാത്രാമധ്യേ കയ്യിലേന്തിയ ദിവ്യമലയുടെ ചെറിയ ചില ഭാഗങ്ങൾ അടർന്നു പല ഭാഗത്തിലായി വീണുവെന്നും പുരാണങ്ങളിൽ പരാമർശിക്കുന്നു. അങ്ങനെ ഹനുമാന്റെ കയ്യിൽ നിന്നും അടർന്നു വീണ ഒരു ചെറിയ മലയാണ് വീഴുമല എന്നും ഐതിഹ്യം. ഈ വീഴുമലയിൽ പണ്ട് നിറയെ ഔഷധ സസ്യങ്ങൾ കാണപ്പെട്ടിരുന്നുവെന്നും പല ആയുർവേദശാലക്കാരും ഇവിടെ നിന്ന് ഈ ഔഷധ സസ്യങ്ങൾ ശേഖരിച്ചുവെന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഗൈസ്, വലിയ പാറയാട്ടാ ഈ കാണുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. കണ്ടോ, ഇതൊരു വ്യൂ പോയിൻ്റാണ്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് ചെറിയൊരു വ്യൂ പോയിൻ്റ് കാണുന്നുണ്ട്. കണ്ടോ, ഇവിടുന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആട്ടാ ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു പാറ കണ്ട, ഈ പാറയുടെ അടി കണ്ട അങ്ങ് ഉള്ളിലോട്ട് പോയിട്ടുള്ളത്. മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അടിയിൽ നിൽക്കാൻ പറ്റും കേട്ടോ. അത്രക്കും വലിയ പാറയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ 2 പാറയുണ്ട്. അതിൻ്റെ നടുവിലൊരു വിള്ളൽ കണ്ടാ. അതുപോലെ ഇവിടെ ഒരു പാറയുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഇവിടുന്ന് കയറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാട്ടാ. ഈ പാറേൻ്റെ മുകളിലൊക്കെ ഒരുപാട് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പാറേൻ്റെ മുകളിൽ നോക്കുമ്പോഴേ കാഴ്ച കേട്ടോ ഈ കാണുന്നത്. ഒരു രക്ഷയില്ല, പൊളി വൈബ്. ഓക്കെ, സൂപ്പർ.
ഇവിടെ നല്ല ആളുണ്ട് കേട്ടാ. കണ്ടാ ഇവിടെ നോക്കുമ്പോൾ കാഴ്ച കണ്ടാ, ഒരു രക്ഷയില്ല ഗൈസ്. നമുക്ക് ഈ ഒരു പാറയുടെ മുകളിൽ കയറി നോക്കാട്ടാ. ഇവിടുന്ന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടാ, മരത്തിൻ്റെ കൊമ്പലുള്ളത് കൊണ്ട്. കണ്ടോ ഈ ഒരു പാറയുടെ വിള്ളൽ കണ്ട, നമുക്ക് ഈ പാറേൻ്റെ എടുക്കുന്ന അപ്പുറത്തെ പാറേൻ്റെ എടുക്കാൻ ചാടി കിടക്കാൻ പറ്റും കേട്ടാ. കുറച്ച് സാഹസികത ഉണ്ട്, അപ്പോൾ നിങ്ങളോട് ചാടാൻ പറയില്ല. പിന്നെ ഈ ഒരു പാറേൻ്റെ മുകളിൽ മഴക്കാലം കയറുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല വഴുക്കുള്ള സ്ഥലമാട്ടാ. കണ്ടോ ഈ ഒരു പാറയുടെ ഉള്ളിൽ കണ്ടോ. അപ്പോൾ ഈ ഒരു പാറയെ ചാട്ടപ്പാറ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പാറേൻ്റെ ഇവിടെ കണ്ട എന്താണെന്നറിയില്ല, ചെറിയൊരു വട്ടം പോലെ ആക്കിയിട്ട് എന്തോ സംഭവമാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഏറ്റവും ടോപ്പിലാട്ടോ ഉള്ളത്. ഇവിടുന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, നമ്മളേറ്റവും മുകളിലാണ് ഉള്ളത് കണ്ടോ. അപ്പോൾ ഗൈസ് ഒരു രക്ഷയില്ല ഗൈസ്, പൊളി എന്ന് പറഞ്ഞാൽ പൊളിയാണ്. കാരണം ഈ പാലക്കാടിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് ഉള്ളത്. പാലക്കാടിൻ്റെ മലേൻ്റെ ഏറ്റവും മുകളിലാണ് ഞാനുള്ളത്. നോക്കിയേ കണ്ട, മലനിരകൾ കണ്ട ആടെ അതിൻ്റെ അതേ ലെവലിൽ തന്നെയാണ് നമ്മളുള്ളത്. പിന്നെയോ എനക്ക് തോന്നുന്നു അത് താഴെ ഉള്ളത് എന്നാണ് തോന്നുന്നത്. നോക്കിയേ സൂപ്പറല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ തനിച്ചേ ഉള്ളും കേട്ടാ, വേറെ ആരുമില്ല. അപ്പോൾ വരുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളെയും കൂടി കൂട്ടിയിട്ട് വരുന്നത് നല്ലത്. കാരണം ഇവിടെ പന്നി അങ്ങനത്തെയുള്ള സംഭവമാണെന്ന് ആദ്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വരുക. പിന്നെ കുറച്ച് ലേറ്റ് ആകുന്നതിന് മുന്നേ ഇവിടുന്ന് നമ്മൾ പോകുന്നതാണ് നല്ലത്. കാരണം ഈ ഒരു ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ആ ഒരു സ്ഥലത്ത് എത്തണ്ടെങ്കിൽ, മെയിൻ റോഡിൽ എത്തണ്ടെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. കാരണം അതുപോലത്തെ മൊത്തം കാടല്ലേ. വഴിയെല്ലാം പിന്നെയോ നമുക്ക് നോക്കാം, അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് വഴിയെല്ലാം തെറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോവാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ കിട്ടുക്കാച്ചി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.